88 വയസ്സുള്ള സ്ത്രീ മരിച്ചിരിക്കുന്നു. അവര് തലയ്ക്ക് അടിയേറ്റ് മരിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് പറയുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഈ സമാനമായ രീതിയിലുള്ള ആക്രമണം ഒരുപക്ഷെ വെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ തലയ്ക്ക് അടിയേറ്റോ ആണ് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ നമ്മൾ പോലീസ് ഓഫീസർമാരെ തന്നെ വിളിക്കുമ്പോൾ അവരെല്ലാം ഒരു പരിഭ്രാന്തരായ അവസ്ഥയാണ്. കാരണം അപ്രതീക്ഷിതമായ ഒരു വിവരമാണ് അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ SHO തന്നെ ഉടൻ തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തുകയായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ കേട്ടിട്ട്. തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമുട്ടിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവാണ് 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയിട്ടുള്ളത്. ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിലും പോലീസിന് തന്നെ കൺഫ്യൂഷനായി. 6 പേരെ കൊന്നെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ലഹരിയായിരിക്കും എന്നാണ് പോലീസ് ആദ്യം വിചാരിച്ചത്. പിന്നീട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുത്തശ്ശി, അമ്മ, അതുപോലെ സഹോദരി, സഹോദരൻ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാമുകി, ഇത്രയും പേരെയാണ് കൊലപാതകം ചെയ്തു എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതും പല സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഇവനൊക്കെ എന്തോ ഭ്രാന്താണോ? ഇത്രയും പേരെ കൊണ്ട് ഇവൻ എന്ത് പ്രശ്നമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക? അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവനങ്ങ് ഒഴിഞ്ഞു മാറുമല്ലേ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും ഓടിപ്പോവുകയാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ സ്വയം മരിക്കുവാണെങ്കിലും വേണ്ടി. ഇത്രയും പേരെ ജീവൻ, അതും സഹോദരൻ്റെയും സഹോദരിയുടെയും കാമുകിയുടെയും എല്ലാം ജീവൻ അറക്കുന്ന രീതിയിൽ ഇതിന് എന്താണ്? ലഹരിയാണോ? എന്ത് ന്യായം പറഞ്ഞാലാണ് ഇതിപ്പോൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞ ഒരു വകുപ്പ് നമ്മുടെ കേരളത്തിലുണ്ടോ? അതോ അങ്ങനെ ഒരു വകുപ്പ് എടുത്തു മാറ്റിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഡെയിലി ന്യൂസുകളാണ്. അതും ഓരോ ദിവസം വരുന്നവരും കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇതെന്താണ് നിയന്ത്രണത്തിലാവാത്തത്? ഇപ്പം ഡെയിലി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കൊലപാതക വാർത്ത, അല്ലെങ്കിൽ ആത്മഹത്യ വാർത്ത, അല്ലെങ്കിൽ പീഡന വാർത്ത, ഇത് കേട്ടും കണ്ടും തല പെരുത്തു പോവാണ്. ബാക്കിയുള്ളവർ തട്ടിപ്പും കാര്യങ്ങളുമായിട്ട്. എന്ത് ലഹരിയാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പോലും സ്വന്തം രക്തബന്ധത്തിലുള്ളവരെയൊക്കെ ഇങ്ങനെ കൊന്നൊടുക്കാനുള്ള മനസ്സ് എന്തായിരിക്കും ഇതിനുള്ള കാരണം?